ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ദശകം 83 ഇന്ന് നമ്മൾ കാണുന്നത്. പൗണ്ഡ്രക വധവും വിവിധ വധവും. എപ്പോഴും ഓരോ സന്ദർഭങ്ങളിലും ഭഗവാൻ ഓരോ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെ പരിഹരിക്കുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല. സാധാരണക്കാരുടെ ആ ഒരു നോട്ടത്തിൽ നമ്മൾ വിചാരിക്കും ഇത് ഇങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോ ഇത് ഭഗവാന്റെ കരുണയും അതുപോലെയാണ്. നമ്മള് പറയുമല്ലോ, ജീവാത്മാക്കൾക്ക് പുണ്യം ഏതു വിധത്തിലാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഭഗവാന്റെ ഓരോ കാര്യങ്ങളും ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. ഓരോരുത്തരുടെ അർഹത അനുസരിച്ചാണ് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നത്. അത് നമുക്കിങ്ങനെ മനസ്സിലാക്കി തരികയാണ് ഓരോ കാര്യങ്ങളിൽ കൂടി. ഇപ്പൊ ഇവിടെ ഈ പൗണ്ഡ്രക വാസുദേവന്റെ കഥയിലും ഒക്കെ നമ്മൾ അത് തന്നെയാണ് കൂടുതൽ മനസ്സിലാക്കുന്നത്. നമുക്ക് അതൊന്ന് പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദശകം 83 പൗണ്ഡ്രക വധവും വിവിധ വധവും. രാമേധ ഗോകുലഗതേ പ്രമദാ പ്രസക്തേ പൂതാനുപേദ യമുനാദമനേ മദാന്ധേ സ്വൈരം സമാരമതി സേവകവാദമൂഢോ ദ്യൂതം ന്യയുക്ത തവ പൗണ്ഡ്രക വാസുദേവ. നാരായണോഹവം അവതീർണ ഇഹാസ്മി ഭൂമൗ തത്സേ കില ത്വമപി മാമകലക്ഷണാനി ഉത്സൃജ്യതാനി ശരണം മൃജമാം ഇതി ത്വാം ദൂതോ ജഗാദ സകലൈർഹസിത സഭായാം. ദൂതേത യാദവതി യാദവ സൈനികൈസ്ത്വം യാദോ ദദർശിതവപുഃ കില പൗണ്ഡ്രകീയം. താപേന വക്ഷസി കൃതാംഗമനൽപമൂല്യ ശ്രീകൗസ്തുഭം മകരകുണ്ടലപീതചേലം. കാളായസം നിജ സുദർശനമസ്യ ദോസ്യ കാലാനലോത്തരകിരേണ സുദർശനേന ശീർഷം ചകർത്തിധ മമർദ്ധിത ചാസ്യ സേനാം തന്മിത്രകാശിവ ശിരോഭി ചകർത്തകാശ്യാം. ജാള്യേന ബാലകഗിരാഭി കിലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമധിഷ്ഠിരം സായുജ്യമേവ ഭവദൈക്യധിയാഗതോ ഓ നാമ കസ്യ സുകൃതം കഥമിത്യവേയാദ. കാശീശ്വരസ്യ തനയോധ സുദക്ഷിണാഖ്യ ശർവം പ്രഭൂജ്യ ഭവദേ വിഹിതാഭിചാര. കൃത്യാനലം കമപി ബാണരണാദിഭീതൈർഭൂതൈ കദഞ്ചന വ്യതൈ സമമഭ്യമുഞ്ജത്. കാലപ്രമാണചരണാമഖിലം ദഹന്തീം കൃത്യാം വിലോക്യ ചകിതൈ കഥിതോ വിപൗരൈ. യൂതോത്സവേ കിമപി നോ ചലിതോ വിഭോ ത്വം പാർശ്വസ്തമാശു വിസസർജിത കാലചക്രം. അഭ്യാവദത്യമിദധാംനി ഭവന്മഹാസ്ത്രേ ഹാഹേതി വിദ്രുതവദീ ഖലു ഘോരകൃത്യാ. രോഷാത് സുദക്ഷിണമദക്ഷിണചേഷ്ടിതം തം ഉപ്ലോഷ ചക്രമപി കാശിപുരീമധാക്ഷീത്. സ ഖലു വിവിധോ രക്ഷോഘാതേ കൃതോപകൃതി പുരാ. തവ തു കലയാ മൃത്യും പ്രാപ്തും തദാ ഖലതാം ഗത. നരകസജീവോ ദേശക്ലേശം സൃജന്നഗരാന്തികേ ഝടതി ഹലിനായുധ്യന്നദ്ധാപപാദതലാഹത. സാംബം കൗരവ്യപുത്രീ ഹരണനിയമിദം സാന്ത്വനാർത്ഥീ കുരൂണാം. യാതസ്ത്വദ്വാക്യരോഷോദ്ധൃതകരിനഗരോ മോചയാമാസ രാമ. ഏഖാദ്യാ പാണ്ഡവേയൈരിതി യദുവൃതനാം നാമുജസ്ത്വം തദാനീം. തം ത്വാം ദുർബോധലീലം പവനപുരപദേ താപശാന്ത്यै നിഷേവേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്
കുറെ കാലമായിട്ട് അമ്പാടിയെ പറ്റി ഒന്നും നമ്മൾ കുറച്ചു കാലമായിട്ട് കേൾക്കുന്നില്ല. കാരണം അമ്പാടിയിൽ നിന്ന് പോന്നതിന് ശേഷം അങ്ങോട്ട് തിരിച്ചു പോകാനായിട്ട് കർത്തവ്യ ബാഹുല്യം കാരണം തന്നെ അങ്ങോട്ട് എത്താൻ സാധിച്ചിട്ടില്ല. അതിന് ഉദ്ധവരെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ മാനസികമായിട്ട് അതിനുള്ള ശക്തി ആർജിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു വസന്തകാലത്ത് ബലഭദ്രസ്വാമിക്ക് ഒരു ആഗ്രഹം, അമ്പാടിയിൽ ചെന്ന് ആ ഗോപന്മാരും ഗോപസ്ത്രീകളും ഒക്കെ ആയിട്ട് ഒന്ന് അവരുടെ കൂടെ ഒന്ന് കുറച്ചു നാള് താമസിക്കണം എന്ന്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ഒരു യാത്ര പോകലൊക്കെ പതിവുണ്ട്. കാരണം വലിയ രാജകാര്യങ്ങളിലൊന്നും കാര്യമായിട്ടുള്ള ഒരു ഇടപെടലൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം അങ്ങനെ സഞ്ചാരിയാണ്. അപ്പൊ അങ്ങനെ ഒരു കുറച്ച് അവിടെ പോയി, കുറെ കാലം ജീവിച്ച സ്ഥലമാണല്ലോ, അവിടെ പോയി അവരോട് കൂടി ഒന്ന് കളിച്ച് രസിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അവിടെ ചെന്നപ്പോ ഒരിക്കൽ അങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളാണല്ലോ. പിന്നെ ഇദ്ദേഹത്തിന് എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് മദ്യപാനമൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ തെറ്റൊന്നും പറയാനില്ല. പക്ഷെ അതൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോ ഒരു സ്വബോധം ഇല്ലാതിരിക്കുക, അങ്ങനെയൊക്കെ ചില തോന്നലുകളൊക്കെ ഉണ്ടാവും. അപ്പോഴാണ് യമുന നദിയോട് പറഞ്ഞത്, തന്റെ അടുക്കിലേക്ക് വിളിക്കുകയാണ് ഇങ്ങോട്ട് വരാൻ, ജലക്രീഡ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ നദികളെ പുണ്യ നദികളാണ്, നദികളെ ദേവി സങ്കല്പാണല്ലോ. അപ്പൊ ആ സമയത്ത് നദികളിൽ ഇറങ്ങാൻ പാടില്ല, മദ്യപിച്ച് ആ നളഗോപുര മണിഗ്രീവന്മാരുടെ കഥയിലൊക്കെ നമ്മൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. മദ്യപിച്ച് വിവസ്ത്രരായിട്ടൊന്നും ഇറങ്ങാൻ പാടില്ല, അങ്ങനെ പല നിയമങ്ങളൊക്കെ ഉണ്ട്. കാരണം എല്ലാം ഒരു ദേവതാ സങ്കല്പത്തിലാണ്. നമ്മുടെ സനാതന ധർമ്മത്തിൽ അങ്ങനെയാണ്, എല്ലാറ്റിനും അത് പ്രപഞ്ചം മുഴുവൻ ഭഗവത്മയമാണ്. അപ്പോൾ നദികളെ പ്രത്യേകിച്ച് പുണ്യ നദികള് ദേവികളായിട്ടാണ് പറയാ, ഗംഗ അങ്ങനെ. അപ്പൊ അവിടെ ആ കാളിന്തി നദി വന്നില്ല അടുത്തേക്ക്. വരാതിരുന്നപ്പോ ദേഷ്യം വന്നു. അപ്പൊ ഇത് മദ്യത്തിന്റെ ആ ഒരു മതമുണ്ട്, അതുകൊണ്ട് തന്നെ കലപ്പ കൊണ്ട് അങ്ങോട്ട് വലിച്ചു എന്നാണ്, കാളിന്തിയെ, യമുന നദിയെ ഇങ്ങോട്ട് വലിച്ചു എന്നാണ്. അങ്ങനെ അപ്പൊ കാളിന്തി വഴിമാറി ഒഴുകേണ്ടി വന്നു. അപ്പൊ ഇതിന് നമുക്ക് വേറെ ഒരു തരത്തിലും ആലോചിക്കാം. അപ്പൊ കലപ്പ എന്നുള്ളത് കൃഷിക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. അപ്പൊ ഒരു ജലസേചനത്തിന് വേണ്ടി അങ്ങനെ വിചാരിക്കാമല്ലോ. ഇപ്പൊ നദികളെ ബന്ധിപ്പിക്കുക, അല്ലെങ്കിൽ ജലസേചനത്തിന് വേണ്ടി നദികളെ വഴിമാറി ഒഴുക്കി ഒക്കെ കൊണ്ടുവരുന്നത്, കനാലുകൾ ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾക്ക് അറിയാലോ. അപ്പൊ അതുപോലെ അങ്ങനെ ഒരു സംഗതിയായിട്ട്, അപ്പൊ എന്ത് കാര്യത്തിലും ഒരു നന്മ ഉണ്ടാവും. അല്ലാതെ അപ്പൊ അതിനെ ഒരു നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ എപ്പോഴും മനസ്സിലാക്കാം. പിന്നെ കലപ്പധാരിയായിട്ടുള്ള ബലഭദ്രസ്വാമി ആദ്യത്തെ കർഷകനായിട്ടൊക്കെ നമുക്ക് വിചാരിക്കാം. എന്തായാലും കലപ്പ എന്നുള്ളത് കൃഷിയെ പറ്റിയിട്ടുള്ള ഒരു സംഗതിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും കാണാന്നാ പറയുന്നത്, ആ കാളിന്തിയുടെ ഒരു ഭാഗത്ത് കുറച്ചൊരു വഴി മാറി ഒഴുകുന്നുണ്ട്. അന്ന് ബലരാമസ്വാമി ഉണ്ടാക്കിയ കനാലായിരിക്കും അത്. അപ്പൊ കനാലിൽ കൂടി വെള്ളം വന്നിട്ട് വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ, ഇപ്പൊ ഗുജറാത്തിലൊക്കെ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ബലരാമസ്വാമിയുടെ ആ ഒരു അവിടുത്തെ അമ്പാടിയിൽ പോയിട്ടുള്ള അവരുടെ കൂടെയുള്ള ഒരു സന്തോഷം. അപ്പൊ അവിടെ അടുത്ത് തന്നെ അവിടെ ഒരു കാശി രാജ്യം, ആ കാശി രാജ്യത്തിന്റെ അയൽ രാജ്യമായിട്ടുള്ള കുരുഷ്വ എന്ന രാജ്യത്ത് അവിടെ ഒരു രാജാവുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പൗണ്ഡ്രകൻ എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് വാസുദേവൻ. അപ്പൊ അദ്ദേഹത്തിനെ പൗണ്ഡ്രക വാസുദേവൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പൗണ്ഡ്രക വാസുദേവന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, അദ്ദേഹത്തിന് സ്വയം ഒരു തോന്നല്, പിന്നെ അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ പലരും ബന്ധുക്കളും എല്ലാവരും ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാല് നല്ല കൃഷ്ണന്റെ നിറത്തിനോട് സാമ്യമുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങളൊക്കെ കൃഷ്ണന്റെ പോലെയാണ്. മഞ്ഞപ്പട്ട്, അതുപോലെ തന്നെ എല്ലാ സംഗതികളും. പിന്നെ ശരീരത്തില് പൊള്ളിച്ചിട്ട് ആ
ശ്രീവത്സം എന്ന മറുക് അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാ പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ ലക്ഷണങ്ങളും ഇദ്ദേഹത്തിനുണ്ട്. അപ്പോ ശരീരത്തിന്റെ അവസ്ഥയിൽ ഒരു കൃഷ്ണമയം. അപ്പൊ കൃഷ്ണനെ അനുകരിക്കുക. അപ്പൊ അനുകരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ, അവരോടൊരു ആഗ്രഹം തോന്നിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കാം. ഒരാള് നമ്മളെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ. എന്ത് വിധത്തിലായാലും അങ്ങനെയായിരുന്നു ആ പൗണ്ഡ്രക വാസുദേവന്റെ ഒരു പ്രത്യേകത. പക്ഷെ എന്തു പറ്റി, എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അദ്ദേഹത്തിന് തോന്നി ഞാൻ തന്നെയാണ് കൃഷ്ണൻ എന്നുള്ളത്. എന്നിട്ട് അതിന്റെ ആ അഹങ്കാരം മൂർധന്യത്തിലെത്തിയപ്പോ എന്ത് ചെയ്തു, ദ്വാരകയിലേക്ക് ഭഗവാന്റെ അടുത്തേക്ക് ഒരു ദൂതനെ അയക്കുകയാണ്. ദൂതനെ അയച്ചിട്ട് പറയാണ്, ഞാനാണ് കൃഷ്ണൻ, എന്റെ ഇതുകളൊക്കെ മാമക ലക്ഷണം, എന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നെ പോലെ നിങ്ങൾ പെരുമാറുന്നുണ്ട്, എന്റെ സംഗതികളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അപ്പോ അതൊക്കെ നിങ്ങൾ വേണ്ടാന്ന് വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ദൂതന് അത് വന്ന് പറഞ്ഞപ്പോ ആ സഭയിലെ എല്ലാവരും പരിഹസിക്കാൻ തുടങ്ങി ഈ ദൂതനെ. അപ്പോ ഭഗവാൻ പറഞ്ഞു, ഓ അങ്ങനെയാണല്ലേ, ശരി, നമുക്ക് വേണ്ടത് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, ഞാൻ അവിടെ വന്ന് അദ്ദേഹത്തിനെ നേരിട്ട് കാണാം, എന്നിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. കാരണം ദൂതനോട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി ചെയ്തു, പറഞ്ഞേൽപ്പിച്ചു, രാജാവ് പറഞ്ഞതാണ്, വന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ആ പറഞ്ഞ അതേ ഭാവത്തിൽ ഇവിടെ വന്ന് പറഞ്ഞു. അപ്പൊ ആ ദൂതനോട് ലഹള കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഭഗവാൻ വളരെ സരസമായിട്ട് ശരി, അവിടെ വന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാട്ടോ എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് അപ്പൊ പിന്നീട് ഭഗവാന് മനസ്സിലായി ഇയാൾക്ക് മോക്ഷം കൊടുക്കേണ്ട സമയമായി എന്നുള്ളത് ഭഗവാന് തോന്നിക്കാണും. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ പൗണ്ഡ്രക വാസുദേവൻ ഭാഗ്യശാലിയാണ്. ഭഗവാൻ അങ്ങോട്ട് ചെന്നിട്ടാണ്, ഇങ്ങോട്ട് വരാൻ പറയല്ല ചെയ്തത്, യാദവ സൈന്യത്തോടുകൂടി അങ്ങോട്ട് ചെല്ലാണ് ചെയ്തത്. അവിടെ ചെന്നപ്പോ ശരിക്കും ഭഗവാനും അതിശയിച്ചു പോയി കാണും, ഇങ്ങനെയുണ്ടോ അനുകരണം ഇത്രയും കൃത്യമായിട്ട്. അപ്പൊ മാറിടത്തില് ആ ശ്രീവത്സം എന്നുള്ള ആ ചിഹ്നം ഉണ്ടാവാൻ വേണ്ടി പൊള്ളിച്ചിട്ട്, അപ്പൊ ഇപ്പൊ നമ്മള് ഈ ടാറ്റു ഒക്കെ ചെയ്യില്ലേ, അപ്പൊ ആദ്യം ടാറ്റു ചെയ്ത ആളായിരിക്കും ഇദ്ദേഹം. അത് ഈ ടാറ്റു ചെയ്യണതും നല്ല പെയിൻഫുൾ ആണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത്ര എളുപ്പമൊന്നും അല്ല. എന്തായാലും പിന്നെ ഒരു വില പിടിച്ച ഒരു രാജാവാണല്ലോ, അപ്പൊ ഒരു രത്നം അത് കഴുത്തില് ഇട്ടിട്ടുണ്ട്, കൗസ്തുഭം എന്നുള്ള പേരിലാണ്. അതുപോലെ മകര മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള കുണ്ടലങ്ങൾ ധരിച്ചിട്ടുണ്ട്, മഞ്ഞപ്പട്ട് ധരിച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം പോരാതെ ഒരു സുദർശന ചക്രം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാ പറയണത്, കാളായസം, കാരിരുമ്പ് കൊണ്ട്. അപ്പൊ അന്നൊക്കെ അപ്പൊ ഇരുമ്പ് കൊണ്ട് അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഭഗവാൻ എന്താ ചെയ്തത്, തന്റെ സുദർശന ചക്രം കൊണ്ട് അവന്റെ കഴുത്തറുത്തു എന്നാണ് പൗണ്ഡ്രക വാസുദേവന്റെ. കാരണം അതാണ് പിന്നെ ചെയ്യാനുള്ളൂ. പിന്നീട് ഈ പൗണ്ഡ്രകന്റെ സുഹൃത്തായിട്ടുള്ള കാശി രാജാവ്, അപ്പൊ അയാളും ഇടപെട്ടിട്ടുണ്ടാവും, അയാളെയും വധിച്ചു. അങ്ങനെ രണ്ടുപേരെയും കൊന്നു. അപ്പൊ കാശി രാജാവിന്റെ തല കാശിയിൽ വീണു എന്നാണ്. അങ്ങനെ രണ്ടുപേരുടെയും കഥ കഴിഞ്ഞു. അപ്പൊ പൗണ്ഡ്രക വാസുദേവൻ ശരിക്കും സായുജ്യം പ്രാപിച്ചു എന്നാണ്. സാക്ഷാൽ വാസുദേവനാണ് ഞാൻ എന്ന് ഉദ്ദേശിച്ച് ഇങ്ങനെ ജീവിച്ച് എല്ലാവരും പറഞ്ഞ് അത് ഞാനാണ് കൃഷ്ണൻ, ഞാൻ തന്നെയാണ്. ബുദ്ധിശൂന്യനായിട്ട് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ആലോചിച്ചിട്ടുള്ളത്. പക്ഷെ എന്തായാലും ആ ഞാനും ഒന്നാണ്, ഞാനാണ് കൃഷ്ണൻ, അങ്ങനെ ഒരു സായുജ്യമുക്തി അയാൾക്ക് കിട്ടിയെന്നാണ്. അതുപോലെ ഭഗവാൻ വന്ന് അയാളെ മുക്തി കൊടുക്കുകയും ചെയ്തു. അപ്പൊ പറയാണ്, ഓ നാമ കസ്യ സുഹൃതം, ആർക്ക് ഏത് വിധത്തിലാണ് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുക, ഈ ജീവാത്മാക്കളുടെ പുണ്യം ഏത് വിധത്തിലാണ്. അപ്പൊ 74-ാമത്തെ ദശകത്തിലും അത് പറയുന്നുണ്ട്. ആ മാലക്കാരന്റെ നെയ്ത്തുകാരന്റെ ഒക്കെ കഥ പറയുമ്പോ പറയുന്നുണ്ട് എങ്ങനെയാണ് ജീവാത്മാക്കളുടെ പുണ്യം ഏതു വിധത്തിലാണ് എന്നുള്ളത്. അത് തന്നെ എവിടെയും പറഞ്ഞിട്ടുള്ളത്.
അപ്പോ ഓരോ കാര്യങ്ങളും ഏത് വിധത്തിലാണ് വന്നുകൂടുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഭഗവാൻ അതൊക്കെ ഏത് വിധത്തിലാണ് സംവിധാനം ചെയ്ത് കൃത്യമാക്കി കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ ആ പൗണ്ഡ്രക വാസുദേവന്റെ കഥ കഴിഞ്ഞു. പക്ഷെ അവിടെ കാശി രാജാവിനെ വധിച്ചുവല്ലോ. അപ്പൊ കാശി രാജാവിന്റെ പുത്രനായിട്ടുള്ള സുദക്ഷിണൻ, അദ്ദേഹം ശിവഭക്തനാണ്. അപ്പോ ശിവപൂജയൊക്കെ ചെയ്ത് കുറച്ച് ആഭിചാര കാര്യങ്ങളൊക്കെ, അപ്പോ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ശിവഭക്തനുമാണ്. ഏത് വിധത്തിലായാലും ഒരു ദുർഭൂതത്തെ സൃഷ്ടിച്ചു എന്നാണ്. അഗ്നിജ്വാലകൾ വമിക്കുന്ന ഒരു ദുർമൂർത്തിയെ സൃഷ്ടിച്ചു എന്നാണ്. അപ്പൊ ശിവന്റെ ഭൂതഗണങ്ങൾ, അപ്പൊ ശിവന്റെ ഭൂതഗണങ്ങൾക്കൊക്കെ ശരിക്കും പേടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ബാണാസുര യുദ്ധത്തില് അവരനുഭവിച്ചതാണ് ആ ശക്തി എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പേടിയുണ്ട്. എങ്കിലും ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരാളെ നിർമ്മിച്ചു. അങ്ങനെ നിർമ്മിച്ച് അങ്ങോട്ട് അയക്കുകയാണ്. അവിടെ ചെന്നു കഴിഞ്ഞപ്പോ ചുറ്റും അഗ്നിജ്വാലകൾ ഉതിർത്തുകൊണ്ടാണ് ഈ കൃത്യ എന്നുള്ള ഈ ദുർഭൂതം ദ്വാരകയിലേക്ക് എത്തുന്നത്. അവിടെ ചെന്നു കഴിഞ്ഞപ്പോ എന്താണ് ഭഗവാന്റെ അടുത്ത് എന്താ ഉള്ളത്? സുദർശന ചക്രം. ആ സുദർശന ചക്രം ഈ കൃത്യയെ ഓടിച്ചു അവിടെ നിന്ന്. അപ്പോ ഈ കൃത്യയെ കണ്ടിട്ട്, ശരിക്കും പറഞ്ഞ കൃത്യ വരുന്നത് കണ്ടിട്ട് ദ്വാരകാപുരിയിലെ ആളുകള് ശരിക്കും ഭയന്നുപോയി. ദ്വാരക അഗ്നിക്കിരയാവോ എന്ന് വരെ പേടിച്ചു പോയി. പക്ഷെ ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് പിന്നെ സുദർശന ചക്രം അതിന്റെ കൃത്യമായിട്ടുള്ള കർമ്മം ഏറ്റെടുക്കുമല്ലോ. അങ്ങനെ ആ കൃത്യയെ ഇല്ലായ്മ ചെയ്യാണ്, കൃത്യയെ ഓടിക്കുകയാണ്. അപ്പൊ കൃത്യ പിന്നെ എന്താ ചെയ്യാ? ഇതാണ് അപ്പൊ ഈ ദുർമന്ത്രവാദങ്ങള് അല്ലെങ്കിൽ ചീത്ത വിചാരങ്ങള്, ചീത്ത കർമ്മങ്ങള് ചെയ്യുമ്പോഴുള്ള അതിന്റെ ഫലം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ സുദക്ഷിണൻ എന്ന നല്ല പേരൊക്കെ ഉണ്ട്, അച്ഛനും അമ്മയൊക്കെ നല്ല പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അദക്ഷിണമായിട്ടുള്ള കാര്യമാണ് ചെയ്തത്, അല്ലെങ്കിൽ ആ പേരിന് ഒട്ടും ചേരാത്ത വിധത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് അയാൾ ചെയ്തത്. അതുകൊണ്ട് ആ ചക്രം നേരെ ചെന്നത് സുദക്ഷിണന്റെ അടുത്തേക്ക് തന്നെയാണ്. അതാണ് കുഴപ്പം. ഇപ്പൊ നമ്മള് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് തന്നെ തിരിച്ചടിക്കും. അതാണ് കർമ്മ റിട്ടേൺസ് എന്ന് പറയില്ലേ, അതുപോലെ. അപ്പൊ ഇവിടെ അത് തന്നെയാണ് ഉണ്ടായത്. അങ്ങനെ സുദർശന ചക്രം കണ്ട് പേടിച്ച് കൃത്യ തിരിച്ചു വന്ന് സുദക്ഷിണനെ നശിപ്പിച്ചു. ആ കാശി രാജധാനിയെയും ദഹിപ്പിച്ചു എന്നാ പറയുന്നത്. അപ്പൊ എല്ലാം പോയി. അങ്ങനെ ആ ദുഷ്ടപ്രവൃത്തി ചെയ്ത സുദക്ഷിണൻ അവനും ഇല്ലാതെയായി. അങ്ങനെ കാശി രാജധാനിയും ഇല്ലാതെയായി. അപ്പൊ അങ്ങനെ ആ കഥ കഴിഞ്ഞു. പൗണ്ഡ്രക വാസുദേവന്റെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ കാശി രാജാവിന്റെ പുത്രൻ, എല്ലാവരുടെയും കഥ കഴിഞ്ഞു. പിന്നീട് ഒരു കഥ പറയുന്നത് ഇവിടെ വിവിധൻ എന്ന ഒരു ആളുടെ കഥയാണ് പറയുന്നത്. ത്രേതായുഗത്തിലെ രാമരാവണ യുദ്ധത്തിലൊക്കെ വളരെ ഉപകാരം ചെയ്തിട്ടുള്ള, രാമായണത്തിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു കഥാപാത്രമാണ്, ഒരു വാനരനാണ് വിവിധൻ. ദ്വാപര യുഗത്തില് എന്ത് പറ്റി? ഭഗവാന്റെ കൈകൊണ്ട് മരണമടയാനുള്ള ഭാഗ്യം, അല്ലെങ്കിൽ ഭഗവാന്റെ അംശാവതാരമായിട്ടുള്ള ബലഭദ്രസ്വാമിയുടെ കൈകൊണ്ട് മരണമടയാൻ ഒരു ഭാഗ്യം ഉണ്ടാവും അയാൾക്ക്. അങ്ങനെ ഒരു ദുഷ്ടത അയാൾ കാണിച്ചു. അയാൾ വന്നിട്ട് എന്താ ചെയ്തത്? അവിടെ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുക, പിന്നെ മർക്കട സ്വഭാവം ഉണ്ടാവുമല്ലോ. അപ്പൊ ബലരാമസ്വാമിക്ക് ധാരാളം ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ കൂടെയൊക്കെ ഇരിക്കുക, സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരെ ചീത്ത പറയുക, അല്ലെങ്കിൽ അവരെ കളിയാക്കുക ഒക്കെ ചെയ്യാം. അങ്ങനെ ആ വിവിധനെ ഹലി എന്ന് പറഞ്ഞാൽ ബലഭദ്രസ്വാമി ബലഭദ്രനായിട്ട് ഏറ്റുമുട്ടി ഒറ്റ അടി കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഥ കഴിഞ്ഞു. അപ്പൊ ഈ സുഗ്രീവന്റെ മന്ത്രിയായിരുന്നു വിവിധൻ. അപ്പൊ അന്ന് ശ്രീരാമസ്വാമിക്ക് ധാരാളം ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പക്ഷെ ഈ അവതാരത്തില്
ദ്വാപര യുഗത്തില് ഇദ്ദേഹത്തെ കൊണ്ട് മരിക്കാനാണ് അയാൾക്ക് യോഗം. അപ്പൊ അങ്ങനെ കൈകൊണ്ട് അടിച്ച് കൊന്നു എന്നാണ്. പിന്നീട് ഒരു കഥ പറയുന്നത് ലക്ഷണ എന്നുള്ളത് ദുര്യോധനന്റെ പുത്രിയാണ്. ദുര്യോധനന്റെ പുത്രിയെ സാമ്പൻ എന്ന് പറയുന്നത് ജാമ്പവതിയിൽ ഭഗവാൻ ഉണ്ടായ പുത്രനാണ് സാമ്പൻ. അപ്പൊ ആ കുട്ടിയെ ദുര്യോധനന്റെ പുത്രിയായിട്ടുള്ള ലക്ഷണ എന്ന കുട്ടിയെ സാമ്പൻ എവിടെയോ വെച്ച് കണ്ടു. അവര് തമ്മില് ഇഷ്ടത്തിലായിപ്പോ ഈ കുട്ടിയെ അവിടുന്ന് അവരെ കല്യാണം കഴിപ്പിക്കണം. അതിനുവേണ്ടി അവിടെ ചെന്നു, അല്ലെങ്കിൽ അവിടെ ബലപ്രയോഗത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും. ആ സമയത്ത് സാമ്പനെ പറഞ്ഞ് മനസ്സിലാക്കാണ് ബലഭദ്രൻ, അവനെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇത് വേണ്ട നമുക്ക് എന്നുള്ള പോലെ. പക്ഷെ അത് പറ്റില്ലല്ലോ, അവര് തമ്മിൽ പ്രേമത്തിലാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ ഇടപെട്ടു. അനിരുദ്ധന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതാണല്ലോ. അപ്പൊ അതുപോലെ ഇതിന് പോവാൻ നിന്നപ്പോ ബലഭദ്ര സ്വാമി പറഞ്ഞു, വേണ്ട കൃഷ്ണ, അത് ഞാൻ പോയിട്ട് ദുര്യോധനനോട് പറഞ്ഞോളാം. അപ്പൊ ദുര്യോധനൻ ഇദ്ദേഹത്തിന്റെ എന്താ പറയാ ശിഷ്യനാണല്ലോ. അപ്പൊ പറഞ്ഞു, ഞാൻ ചെയ്തോളാം, ഞാൻ പറഞ്ഞ അവര് കേൾക്കും, അപ്പൊ ഒരു കുഴപ്പമില്ലാതെ ഞാൻ അത് ചെയ്തു വന്നോളാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം പോവാണ്. അപ്പോ ഭഗവാൻ ഒന്നും പറഞ്ഞില്ല. ശരി ആയിക്കോട്ടെ ഏട്ടൻ എന്നാ പോയിട്ട് വരൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്താണ്, അവരൊന്നും ഇദ്ദേഹത്തിന്റെ ഒരു വാക്ക് കേട്ടില്ല എന്നുള്ളത് മാത്രല്ല, ഇദ്ദേഹത്തിനെ കുറച്ചൊന്ന് പരിഹസിക്കണ പോലെ, അങ്ങനെ തീരെ ഒട്ടും റെസ്പെക്ട് ചെയ്തില്ല ബലരാമസ്വാമിയെ. പിന്നീട് ആ യാദവ സൈന്യത്തെ അപ്പൊ ഇതാണ് കാരണം. അപ്പൊ ഭഗവാൻ എന്താ വിചാരിച്ചത്, ഇത് പാണ്ഡവരും കൗരവരും തമ്മില് ഉണ്ടായിക്കോട്ടെ, ഇവിടെ യാദവ സൈന്യം അതിൽ ഇടപെടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ അതിന് കുറച്ചൊന്ന് ശ്രദ്ധിക്കാതിരുന്നത്. പക്ഷെ ബലഭദ്രസ്വാമി അവിടെ ശരിക്കു പറഞ്ഞാൽ ഒരു നാണക്കേടാണ് ബലഭദ്രസ്വാമിക്ക് ഉണ്ടായത്. അങ്ങനെ അപ്പൊ അവിടെ ദേഷ്യം വന്നു. അങ്ങനെ ഹസ്തിനപുരം തകർക്കാനൊക്കെ നോക്കി. അപ്പോഴേക്കും ദുര്യോധനനൊക്കെ ഇടപെട്ട് പിന്നെ ദുര്യോധനൻ പറഞ്ഞു, സാമ്പനെ വിടുവിച്ചു. അതൊക്കെ കഴിഞ്ഞ് ആ വിവാഹമൊക്കെ നടത്തി കൊടുത്തു. അപ്പോ കൗരവന്മാരെ പാണ്ഡവന്മാരെ കൊണ്ട് കൊല്ലിക്കണം എന്ന് കരുതിയിട്ടാണ് ആ യാദവ സൈന്യത്തെ അയക്കാതിരുന്നത്. അപ്പൊ നമുക്ക് എന്താ തോന്നുക, അനിരുദ്ധന് വേണ്ടിയിട്ട് ചെയ്തുവല്ലോ, പൗത്രന് വേണ്ടി ചെയ്തു, ഇത് പുത്രനാണ്, എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് തോന്നാം. അപ്പോഴാണ് അവിടെയും നമുക്ക് പറയാം, തം ത്വാം ദുർബോധലീലം, അങ്ങയുടെ കാര്യങ്ങള് ഈ ലീലകളൊന്നും ആർക്കും മനസ്സിലാവില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് ആർക്കും മനസ്സിലാവില്ല ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദശകം അവസാനിപ്പിക്കുന്നത്. താപശാന്തിയായി നിക്ഷേപിയെ എന്നാണ്. എന്റെ സങ്കടങ്ങളെ തീർക്കാനായിട്ട് അങ്ങയെ ഞാൻ ഭജിക്കുന്നു എന്നാണ്. അപ്പോ നമുക്ക് ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. നമുക്ക് ചെയ്യേണ്ട കർമ്മങ്ങള് നമ്മളുടെ പരമാവധി കഴിവനുസരിച്ച് ഭഗവാനിൽ മനസ്സർപ്പിച്ച് നമ്മൾ ചെയ്യുക. അപ്പോ അതിന്റെ ഫലത്തെ പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഏതാണോ അർഹതയുള്ളത് അത് ഭഗവാന്റെ നിയോഗമനുസരിച്ച് ആ ഫലം നമുക്ക് ലഭിക്കും. ഫലത്തിനെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ എല്ലാം ശക്തിയായിട്ടുള്ള ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ ഒന്നിനെ പറ്റിയും ആലോചിച്ച് വിഷമിക്കണ്ട. നമ്മളെ ഏൽപ്പിച്ച നമ്മുടെ സ്വധർമ്മം നമ്മുടെ മനസ്സിന്റെ തൃപ്തി അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഫുൾ മനസ്സോടുകൂടി അത് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ മതി എന്നാണ് ഇതിൽ കൂടിയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിച്ച പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ഭഗവാനെ, എന്റെ സങ്കടങ്ങൾ തീരാൻ വേണ്ടി ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. എല്ലാ സങ്കടങ്ങളുടെയും ഇല്ലായ്മ ചെയ്യുന്ന, സങ്കടങ്ങളെ ഹരിക്കുന്ന ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് നമ്മുടെ സങ്കടങ്ങളെയും ഒക്കെ സമർപ്പിക്കാം. അങ്ങനെ ഈ 83-ാമത്തെ ദശകവും നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുകയാണ്. ഹരി ഓം.